എന്താണ് ഡേറ്റ് പറയല്ലേ ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞില്ലേ, ഇന്ന് 12-ാം തീയതി ആയിരുന്നു മക്കളെ. ഈ 12-ാം തീയതി എന്നുള്ളത് ജൂൺ 12. ജോലിക്ക് വരുന്ന ആൾക്കാരും സ്ഥിരം നിൽക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഇച്ചിരി വലിയ വീടാണ് അവിടെ, ഒരു 5 അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ അമ്മൂമ്മ അപ്പൂപ്പിനോട് പറയും അഡ്ജസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ. ഞാൻ അമ്മൂമ്മയുടെ അടുത്തും അപ്പൂപ്പൻ്റെ അടുത്തും പറയും അഡ്ജസ്റ്റ് ചെയ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ആ കാലം തൊട്ട് ഫെബ്രുവരിയിലാണ് ഈ കുട്ടി വന്നത്. ആ കാലം വരെ നമ്പർ ഓഫ് ഹോം നഴ്സസ് കീമൻ, ചിലർ നിന്നു, ചിലർ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. വിവാദം ഉണ്ടാക്കിയിട്ട് ചിരിച്ച് കളിച്ചിരിക്കുക കൊച്ചു കള്ളിപ്പോടുന്ന്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് സിന്ധു കൃഷ്ണ അഥവാ കൃഷ്ണകുമാർ ഫാമിലി. ആ സിന്ധു കൃഷ്ണ അവരുടെ അമ്മയെ കൃത്യമായി നോക്കുന്നില്ല, പുച്ഛവും അവഹേളനയും മാത്രമാണ് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരു കൊച്ചുമകൾ രംഗത്തേക്ക് വരികയാണ് സുഹൃത്തുക്കളെ. ഇതാണിപ്പോൾ പ്രശ്നം. തൻവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു. ആ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരുടെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മേനെ കൃത്യമായി നോക്കുന്നില്ല, അമ്മൂമ്മയ്ക്ക് കഷ്ടപ്പാടും ദുരിതവും, അമ്മൂമ്മയെ സംസാരിക്കാൻ പോലും ആരുമില്ല, അമ്മൂമ്മയ്ക്ക് വേണ്ട ഒരു കെയർ കൊടുക്കുന്നില്ല, അമ്മൂമ്മ എഴുതി തള്ളിയൊരു കുടുംബം. അതാണ് നമ്മുടെ ഈ വില്ലിയായിട്ടുള്ള സിന്ധു കൃഷ്ണ ആൻഡ് കുടുംബം. ആ കുടുംബത്തിൽ നിന്നും ആ അമ്മൂമ്മയ്ക്കൊരു രക്ഷകയായി, കാനഡയിൽ നിന്നും തൻ്റെ ജോലിയൊക്കെ വലിച്ചെറിഞ്ഞ് അമ്മൂമ്മയുടെ രക്ഷകയായി ഒരു മാലാഖയായി പറന്നിറങ്ങുന്ന തൻവി. ഇതാണ് സിനാരിയോ. അപ്പോൾ തൻവിയുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വരാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ പൊതുവെ ഈ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഹെയ്റ്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കൃഷ്ണകുമാർ ഫാമിലി കള്ളം പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർ പലപ്പോഴും സത്യം തന്നെയാണ് പറയുന്നത്. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര കിടിലമാണ്, ഈ ഒരു മൈൻഡുണ്ട്, ആ ഒരു അഹങ്കാരം അവർക്കുണ്ട്. പക്ഷേ ഇവർ പല നറേഷൻസിലും കള്ളം പറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഈ കൃഷ്ണകുമാർ ഫാമിലിയുടെ ഹെയ്റ്റുള്ള ആളുകളാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ നിരാശപ്പെടുത്തിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തൻവിയുടെ വീഡിയോയിലേക്ക് വരാം. പുള്ളിക്കാരി എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ അമ്മൂമ്മ, അതായത് ഈ സിന്ധു കൃഷ്ണയുടെ മക്കളെ പോലെ ദിയ കൃഷ്ണയൊക്കെ പോലെ തന്നെ മറ്റേ ഇങ്ങനെ റിലേഷൻ പേര് വരയ്ക്കുമല്ലോ. അപ്പോൾ അമ്മൂമ്മ, 2 മക്കൾ, ഈ മക്കളുടെ മക്കൾ. അപ്പോൾ ഇതിനകത്തുള്ള തൻവി രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇവിടുന്ന് അഹാന വരുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് വരാം. അപ്പോൾ തൻവി വരുന്നത് ഈ ഒരു സെറ്റപ്പ് ആയിട്ടാണ്. ആരും അമ്മൂമ്മയെ നോക്കുന്നില്ല, അമ്മൂമ്മയെ വിളിക്കാൻ പോലും ആരുമില്ല, അമ്മൂമ്മ ഒരു പട്ടിക്കുട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാനുണ്ട്, കാനഡയിൽ നിന്ന് ജോലിയെല്ലാം എന്നോട് കച്ചവടം, ജോലിയോടെ ഉച്ചത്തെ ഉതറിയിട്ട് പുള്ളിക്കാരി കാനഡയിൽ നിന്ന് വരികയാണ്. വന്നിട്ട് പുള്ളിക്കാരി വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയാൻ നമുക്കൊന്ന് കേൾക്കാം. അപ്പം മക്കളെ നീ വരുന്നില്ലേ, മക്കളെ നീ എപ്പോൾ വരും അപ്പം ഞാൻ അപ്പോൾ ചുമ്മാ അരിയപ്പ ഞാൻ എന്തായാലും ഇനി കൊച്ചു ജനിച്ച് കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുണ്ടല്ലോ. അത് മാത്രമല്ല ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും സ്ഥിരം നിൽക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഇച്ചിരി വലിയ വീടാണ് അവിടെ, ഒരു 5. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ജോലിക്ക് വരുന്ന ആളുകളും നിൽക്കുന്നില്ല. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് അഹാന വന്ന് പറയുന്നുണ്ട്, സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. സോ ജോലിക്ക് വരുന്ന ആളുകളൊന്നും അവിടെ നിൽക്കുന്നില്ല. ആരുടെയോ തെറ്റാട്ടോ, ആരുടെയോ തെറ്റുകൊണ്ട് ജോലിക്ക് വരുന്നവരും നിൽക്കുന്നില്ല. ബാക്കി പറഞ്ഞട്ടെ. ബെഡ്റൂമുള്ള വീടാണ്, അപ്പോൾ അതെല്ലാം മൊത്തം ഡെയിലി വൃത്തിയാക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്ഥിരം ആൾക്കാർ. ഇതുകൊണ്ടാണ് ഞങ്ങളാരും വലിയ വീട് വെക്കാത്ത. വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ടല്ലേ വീടേ വെക്കാത്തേ. വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കി ആക്കണമെന്നേ ഭയങ്കര പാടാണ്, നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതല്ല എങ്കിലും വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. ലൈക്ക് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ നിന്ന് ഒരാളുടെ അമ്മയ്ക്ക് വയ്യാതെയായി, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ അമ്മൂമ്മ അപ്പൂപ്പിനോട് പറയും അഡ്ജസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ. ഞാൻ അമ്മൂമ്മയുടെ അടുത്തും അപ്പൂപ്പൻ്റെ അടുത്തും പറയും അഡ്ജസ്റ്റ് ചെയ്. ദാറ്റ് മീൻസ് അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാത്തത്. നല്ല അതിനകത്തൊന്ന് മനസ്സിലാക്കാം. ഒറ്റ തവണ കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ബാക്കി പറയാം. എൻ്റെ അവസാനം എൻ്റെ വളകാപ്പിൻ്റെ തലേ ദിവസം വരെ അപ്പൂ പറഞ്ഞു, മക്കളെ നീ എന്ന് വരും, നീ വന്ന് വരും. ഞാൻ വരാം അപ്പൂപ്പ, ടിക്കറ്റൊന്നും എടുത്തില്ല, നീ സമയമുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ കിടന്നെ ചുമ്മാ ഇപ്പോഴേ വിളിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് വരെ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് അപ്പൂപ്പൻ ഇങ്ങനെ മരിച്ചു പോയെന്ന്. ഓക്കെ, അങ്ങനെ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മൂമ്മ ഒറ്റയ്ക്കാവുന്നു. പടുപന്താരമായ ഭാർഗവി നിലയം പോലത്തെ ഒരു ഒറ്റ വീട്ടിൽ ആ അമ്മൂമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അമ്മൂമ്മയെ നോക്കാനായിട്ട് നിരവധി ഹോം നേഴ്സുകൾ വരുന്നു. ഈ ഹോം നേഴ്സുകളായിട്ടൊന്നും അമ്മൂമ്മ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഓക്കെ, ബാക്കി കേൾക്കാം. അപ്പൂപ്പൻ മരിച്ചു. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. ഓക്കെ, അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ
അമ്മൂമ്മ വിളിക്കുന്നുണ്ട്, അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഓൾറെഡി വ്ളോഗ് എടുക്കുന്ന ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ നോർമലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ, സ്മരണ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഫോണാണ് മേളിൽ നിന്ന് ഇങ്ങനെ താപ്പോട്ട് വലിച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷൻ കിട്ടും. സ്ക്രീൻ റെക്കോർഡ് അല്ല ചെയ്തത്, മറ്റൊരു ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്യണം. സോ കാണുന്ന അവർക്കും അറിയാം റെക്കോർഡ് ചെയ്യുകയാണെന്ന്, പറയുന്ന ഇവർക്കും അറിയാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയാണെന്ന്. അപ്പോൾ ഉള്ളു തുറന്ന് പറഞ്ഞതല്ല, ഇൻറ്റൻഷനലി ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയാണ് ഈ സാധനങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പുറത്തേക്ക് പോകും. ഇപ്പം ഞാൻ എൻ്റെ അമ്മയായിട്ട് അമ്മൂമ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്, ക്യാമറ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അല്ല അമ്മൂമ്മ സുഖമാണോ അങ്ങനെ ചോദിക്കത്തില്ല. അങ്ങനെ നമ്മൾ ആരും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇൻറ്റൻഷനലി ഷൂട്ട് ചെയ്തൊരു സാധനമാണിത്. ഇൻറ്റൻഷനലി അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ക്യാമറ എടുത്ത് കൈ പിടിച്ചിട്ടല്ലേ ഷൂട്ട് ചെയ്തത്. സോ ഇൻറ്റൻഷനലി ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. ഓക്കെ, ബാക്കി പറയാം. എന്താണ്ട് പാക്കിങ് ഒരാള് കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഡേറ്റ് പറ? ഇന്ന് ഡേറ്റ് എത്ര? 12. ചുമ്മാ വെറുതെ ഈ 12-ാം തീയതി എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഡേറ്റ് പറയല്ലേ, ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്കായില്ല. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടി എടുത്തോണ്ട് വന്നു, ഇത്ര നാൾ സമാധാനമുള്ള ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായാലും നല്ലൊരു അപ്പൂപ്പം പോയി. എൻ്റെ പൊന്നു കൊച്ച, ഒന്നെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും, ഇല്ലെങ്കിൽ ക്യാമറ അനക്കാതെ പിടി. ഇത് നമ്മൾ എത്രയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയുടെ കൂടെ ചാടുന്നേ. നടി കുളിക്കുമ്പോൾ കൂടെ ചാടുന്നല്ലോ, നമ്മൾ കൂടെ ചാടണോ? ഇത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിത് പുറത്തു വിട്ട് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് പിടി. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ നിങ്ങളിലൊരാളെ വീഡിയോ കോൾ ചെയ്യാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ മറ്റൊരാളുടെ കുറ്റം പറയുമോ ക്യാമറ ഓണാക്കിയിരിക്കുമ്പോൾ? പക്ഷേ ഇവിടെ അമ്മൂമ്മ കുറ്റം പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരി തൻവിയാണെങ്കിൽ ഞാൻ എന്നെപ്പോലൊരു നന്മ മരം ഈ ലോകത്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോ ഇതൊരു പ്ലാൻ ചെയ്തുള്ള പരിപാടിയാണ്. എന്നാൽ 12-ാം തീയതി പുറത്തുവിട്ട കോളാണ് നിങ്ങൾ കാണുന്നില്ല, 12-ാം തീയതി നടത്തിയ കോൾ. ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിൽക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ആത്മാർത്ഥതയുള്ള ജോലിക്കാരൊന്നുമില്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. എൻ്റെ മോള് സിന്ധു കൃഷ്ണ അവിടെ കിടപ്പുണ്ട്. ഇത് ഇതിനകത്തില്ല കേട്ടോ, ഇത് അതിൻ്റെ അകത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നറേഷൻ പറയുക. സിന്ധു കൃഷ്ണ അവിടെ കിടപ്പുണ്ട്, പുള്ളിക്കാരി പോലും എന്നെ വിളിക്കുന്നില്ല, ഒരു മനുഷ്യൻ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കൊച്ചടക്കിടക്ക് വിളിക്കുന്നില്ലേ പറഞ്ഞേ? അപ്പോൾ അത് വ്യക്തമായി പറയണം, സിന്ധു കൃഷ്ണ വിളിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായി പറയണം. ഈ സിന്ധു കൃഷ്ണ എന്ന് പറയുന്നുണ്ടോന്ന് തോന്നരുത് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ദിയാ കൃഷ്ണ വന്നിട്ട് റോഡിൽ കൂടെ ഒപ്പം ഒരാളെ അമ്മ എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് വിളിക്കാൻ എൻ്റെ അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പേര് അഭിസംബോധന ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ എനിക്ക് അവരോട് യാതൊരു ബഹുമാനക്കുറവില്ല കേട്ടോ. എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്, അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൂടെ രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മൾ രാവിലെ CPT നടക്കാൻ പോകും, ഓടാൻ പോകും. ഞാൻ എനിക്ക് അവളെന്നെ എണീപ്പിക്കും. ഈ കോൾ ഞാൻ ബാക്കി പോകുന്നില്ല. ഇവരുടെ ഭയങ്കര സൗഹൃദ സംഭാഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് നേരെ അഹാനയിലേക്കൊന്ന് വരാം. അഹാന ഇതിനെതിരെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പുറത്തു വന്നു. ഈ അഹാനയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞില്ലേ, ഇന്ന് 12-ാം തീയതി ആയിരുന്നു മക്കളെ. ഈ 12-ാം തീയതി എന്നുള്ളത് മിസ്റ്റർ കൃഷ്ണകുമാറിൻ്റെ പിറന്നനാളായിരുന്നു, ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഈ കൃഷ്ണകുമാർ കുടുംബം ഈ 12-ാം തീയതി ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാർച്ച് 29-നോ 30-നോ എന്താണ് ഇദ്ദേഹം മരിക്കുന്നത്, ഈ സിന്ധു കൃഷ്ണയുടെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തിനുള്ളിലാണ് ഈ കൃഷ്ണകുമാറിൻ്റെ ബർത്ത്ഡേ വരുന്നത്. ആ ബർത്ത്ഡേ ഇവർ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ഏതാ? ദി സിന്ധു കൃഷ്ണ കുടുംബം. ഓക്കെ, അതാണ് ഈ ജൂൺ 12 എന്ന് പറയുന്ന ഡേറ്റ്. അപ്പോൾ ഇയാളുടെ ബർത്ത്ഡേക്കാണ് ഈ പുള്ളിക്കാരി വിളിച്ചിട്ട് ആ പുള്ളിക്കാരിയോട് പറഞ്ഞത്. ആയതിനാൽ ആണ് ഡേറ്റ് മിണ്ടരുതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഇനി അഹാൻ ഇതിനൊരു മറുപടിയായിട്ട് വന്നേക്ക് നമുക്കൊന്ന് കാണാം. ടച്ച് ചെയ്യാം. വൺ ഈസ് എൻ്റെ അമ്മൂമ്മ. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മൂമ്മയെ കാണാൻ പോകാത്തത്? അമ്മൂമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മൂമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? I'll tell you something very clearly. I really don't, I wish I didn't have to do this. പക്ഷേ
നമ്മളും അമ്മൂമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മൂമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മൂമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മൂമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, which is on the 29th of March 2026. എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല, പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി, ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോട് ഒരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് ഇസ് ടു ബി എ ഗുഡ് മദർ ആൻഡ് ഗിവ് മദർലി ലവ്. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരന്റ്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ ഗുഡ് പാരൻറ്റിങ്. ഗ്രാൻഡ് മദറിനെ കുറിച്ച് ഇപ്പോഴും വലിയ അഭിപ്രായമൊന്നുമില്ല. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഈ പുള്ളിക്കാരുടെ, അതായത് നമ്മൾ ആ വീഡിയോ കോളിൽ കണ്ട സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ കൊച്ചുമക്കളാണ്. ഈ അഹാനയായാലും ഇപ്പം നമ്മൾ ആദ്യം കണ്ട തൻവി ആയാലും. പക്ഷേ രണ്ടമ്മയിലുണ്ടായ മക്കളാണ്, സഹോദരി, അങ്ങനെയാന്നേ ഉള്ളൂ. ഒരു കൊച്ചുമോളുടെ അഭിപ്രായം ഈ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ മോശമെന്ന് പറഞ്ഞാൽ മോശം അയ്യേ, ആ ഒരു അഭിപ്രായം. മറ്റൊരാളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നമ്മയാണ് അമ്മ, എൻ്റെ തങ്കമ്മയാണ് അമ്മ, എൻ്റെ സ്വന്തം അമ്മയാണ് അമ്മ. ഇതാണ് മറ്റൊരാളുടെ അഭിപ്രായം. തൻവിയുടെ അഭിപ്രായത്തിൽ ഈ അമ്മൂമ്മ ഭയങ്കര അൽക്കിടിലവും, അഹാന അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിൻ്റെ അഭിപ്രായത്തിൽ അതൊരു ചീത്ത അമ്മയും, അതായത് നല്ല ഒരു രീതിയിൽ ഇവരെ അപ്രോച്ച് ചെയ്യാത്ത ഒരു അമ്മയും. ഓക്കെ, was doing everything a really good parent should do. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ കൊച്ചുനാൾ മുതലേ അമ്മൂമ്മയുടെ ചില പ്രാന്തൻ സ്വഭാവങ്ങൾ ഓർമ്മയുണ്ട്. ഒരു പക്ഷേ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ തൻവി ചുമ്മാ ചാമ്പി വിട്ട് റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ ഈ അമ്മൂമ്മ ദിയാകൃഷ്ണ കുടുംബത്തോട്, ദിയാകൃഷ്ണ അല്ല അതിനകത്ത് മെയിൻ, സിന്ധു കൃഷ്ണ കുടുംബത്തോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുകയും തൻവി ഉൾപ്പെടുന്ന ആ കുടുംബത്തിനോട് നല്ല രീതിക്ക് നിൽക്കുകയും, അതായത് ഒരു പാർഷ്യാലിറ്റിയുടെ മുഖം കാണിക്കുന്നു എന്ന ഇതിലേതെങ്കിലും ഒന്നാവാനേ ഓപ്ഷനുള്ളൂ. ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും ആ പോട്ടെ സാരമില്ല അമ്മൂമ്മയല്ലേ പോട്ടെ സാരമില്ല എന്ന്. കാരണം ഇപ്പം നമുക്കൊക്കെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ്റെ അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം ബാക്കി ഞാൻ പോകുന്നില്ല. ഇതിനകത്ത് സംഭവം നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും. ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഈ അമ്മൂമ്മ മോശവും ഒരു കുടുംബത്തിന് ഈ അമ്മൂമ്മ നല്ലതും. അപ്പോൾ ഈ തൻവി എന്ന് പറയുന്ന ആൾ അവരുടെ കാനഡയിലെ ജോലിയെല്ലാം കളഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വരുമ്പോൾ ഇനി കുറേ നാളത്തേക്ക് അവർക്ക് മറ്റ് വരുമാനങ്ങളൊന്നുമില്ല. അവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ലക്ഷ്യവുമായിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അവരതിന് പറയുന്ന ലൂപ്പ് ഹോൾ, എന്നെ കൊച്ചിലെ മുതലേ നോക്കി വളർത്തിയ, എന്നെ തലാട്ടി വളർത്തിയ അമ്മൂമ്മയെ നോക്കണം എന്നുള്ള ലക്ഷ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ അഹാന കൃഷ്ണയുടെ സൈഡിൽ നിന്ന് പറയുമ്പോഴത്തേനും മറ്റൊരു കാര്യം പറയുന്നത്, അപ്പോൾ ആദ്യം പറഞ്ഞു ഹോം മെയ്ഡ്, അതായത് വീട്ടിൽ ഇവരെ നോക്കാൻ വരുന്ന ഹോം നേഴ്സുകളൊന്നും കൃത്യമായി നിൽക്കുന്നില്ല എന്ന് പറയുന്നു. ഇനി അതിനെക്കുറിച്ച് അഹാനയ്ക്ക് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ടിട്ടൊക്കെ വരാം. വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഹോം നേഴ്സ് വീട്ടിലുള്ളത്. ഓക്കെ, ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഏജ് ആവും തോറും ചില ആളുകൾക്ക് ഒരു മൂശേട്ട സ്വഭാവം വരും. അങ്ങോട്ടും നോക്കല്ലേ, ഇങ്ങോട്ടും നോക്കല്ലേ, അതെടുക്കല്ലേ, ഇതെടുക്കല്ലേ, ഇത് തിരിച്ച് വെക്കല്ലേ, അത് മറിച്ച് വെക്കല്ലേ, കാല് കയറാത്ത, ഇങ്ങനെ കുറേ മൂശേട്ട സ്വഭാവങ്ങൾ പ്രായമാകുമ്പോൾ ചില ആളുകൾക്ക് വരും. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും സ്വാഭാവികമായിട്ടും. അത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും പാടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഇച്ചിരി പ്രായം കുറഞ്ഞ ആളുകൾക്ക് ഇതിനോടൊക്കെ എന്തൊരിത് കയറാനും പറ്റും ആ ഒരു ഇൻറ്റൻഷൻ വരും. ഇതായിരിക്കണമെന്ന് തോന്നുന്നു. ഇനി ഭാവി തൻവി ഇനി ഫ്യൂച്ചറിൽ ഇത് അനുഭവിക്കുമല്ലോ. കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം, അറിയാമല്ലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ആൻഡ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, വരും ഈ ഹോം നേഴ്സസ് വരും, ഇവരോരോ പ്രശ്നം ഉണ്ടാക്കി, ഹോം നേഴ്സ് അല്ല, ഈ അമ്മൂമ്മ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഹോം നേഴ്സ് പോകും. അപ്പുറത്ത് എന്താ പറഞ്ഞത്, ഹോം നേഴ്സ് ഒന്നും സെറ്റ് ആകുന്നില്ലെന്ന്. അത് ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഹോം നേഴ്സായിട്ടുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ കുറച്ച് ശമ്പളം കിട്ടണം, പൈസ കിട്ടണം, ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു ഹോം നേഴ്സായിട്ട് ഒരാൾ, ഹോം നേഴ്സ് എന്ന് വിട്, നമ്മൾ ഒരിടത്ത് ജോലിക്ക് പോകുന്നു, അവിടെ നമുക്ക് പീസ്ഫുൾ മൈൻഡാണ്, നമുക്ക് നല്ല കിടിലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ജീവിതകാലം മൊത്തം നിൽക്കും, സേഫായിട്ട് നിൽക്കും. അതേസമയം അവിടെ ഹറാസ്മെൻറ്റും ദുഃഖവും ദുരിതവും
വിഷമവും വേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കളഞ്ഞിട്ട് പോകും. ഇപ്പോൾ 1 2 ആൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, 1 2 അവന്മാർക്ക് കഴിവില്ലാത്തതുകൊണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ വന്ന് 15ഓളം ആളുകൾ ഈ ഹോം നേഴ്സുകൾ പോയി എന്ന് പറയുന്നുണ്ട്, മുൻപോട്ട് അഹാന പറയുന്നുണ്ട്, നമുക്കപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ അത്രയും ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അത് മുതലാളികളുടെ ഭാഗത്ത് എന്തൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അത്രയും പേരൊന്നും നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പോകത്തില്ല. കാരണം ഇവരെല്ലാം ഉപജീവനത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഹോം നേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് കേട്ടോ. സെപ്റ്റംബർ ടു മാർച്ച് എത്ര ഹോം നേഴ്സ് വന്നൊരു 15-20 ഒരു 15 ഹോം നേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേര്, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നേഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നേഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നേഴ്സ് അമ്മേനെ എന്നെയും വിളിച്ച് മെസ്സേജും വോയിസ് നോട്ട് അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, അവരുടെ വോയിസ് മെസ്സേജുകളുണ്ട്. അപ്പോൾ ഇത്രയും നാളിനിടയിൽ ഇന്ന് വരെ ഈ അമ്മൂമ്മയെ കുറ്റം പറഞ്ഞിട്ട് ഈ ഒരു കുടുംബം വന്നിട്ടില്ല. ഹാന, ഹൻസിക, ദിയ കൃഷ്ണ, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണ, കൃഷ്ണകുമാർ, ഇവരാരും രംഗത്ത് വന്നിട്ടില്ല. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴും ഇവർ യാതൊരു തെളിവുകളും പുറത്തു വിടുന്നില്ല. ഇവരാദ്യമേ തന്നെ അഭിസംബോധന ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം ഇതിനെ പുറത്തിട്ട് നാണം കെടുത്തുന്നതിനൊരു താല്പര്യമില്ലെന്നാണ് പറയുന്നത്. വളരെ നല്ല കാര്യം, പക്ഷേ ഇത് വന്നതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വന്ന ഹോം നേഴ്സുകളെല്ലാം ഇവരുടെ ടോർച്ചർ കൊണ്ട് പോകുന്നു. എനിക്കും അങ്ങനെ തന്നെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അല്ലെങ്കിൽ 15 പേരൊന്നും ഇട്ടിട്ട് പോകത്തില്ലടെ. ഇവർ 2 പേരും പറയുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകളൊന്നും നിൽക്കുന്നില്ല എന്നുള്ളത്. മറ്റൊരാൾ പറയുന്നത് ഞാൻ കാണിക്കാം. അപ്പൂപ്പൻ ബാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ സെപ്റ്റംബർ തൊട്ടാണ് നമ്മളും അമ്മൂമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. കാരണം നമുക്ക് ഒരാൾ ഇത്ര വയ്യാതിരിക്കുമ്പോൾ നമുക്കാണ് അമ്മൂമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ അടുത്താണ് എന്തോ BP ഡോഷ അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അപ്പൂപ്പൻ ഇത്രയും വയ്യാതെ കിടക്കുമ്പോൾ വീസ് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ലൈക്ക് വി ആർ പേയിങ് ഫോർ ദ ഹോം നേഴ്സ്, ലെറ്റ് ദാറ്റ് പേഴ്സൺ ഡു ദിയർ ജോബ്. ഹൂ ഈസ് പേയിങ്? വി ആർ പേയിങ്. അതായത് സിന്ധു കൃഷ്ണ അടങ്ങുന്ന കുടുംബമാണ് ആ വീട്ടിലെ ഹോം നേഴ്സിന് പൈസ കൊടുക്കുന്നത്. ഹോം നേഴ്സിന് മാത്രമാണോ? അല്ല, കേൾക്കാം. എന്തിനാ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക? ഒരു നല്ല ഹോം നേഴ്സിനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തികഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. ഇത് തന്നെയല്ലേ മറ്റേ തൻവീവ് ആദ്യം പറഞ്ഞേ, അമ്മൂമ്മേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്മേ. സോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അമ്മൂമ്മ തന്നെയാണെന്ന് തൻവീ സമ്മതിക്കുന്നു, ഇവരെ സമ്മതിക്കുന്നു. ഓക്കെ, ബാക്കി പറയാം. ഒരാളെ നമുക്ക് ഹോം നേഴ്സായിട്ട് നമ്മൾ കിട്ടുന്ന ആളുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് തൻവിയിലേക്ക് പോകാം. പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ടല്ലേ യുജുവായിട്ട് വീണ്ടും അടുത്തത്. അപ്പോൾ അതുവരെ എന്നെക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയക്കുമായിരുന്നു. പിന്നെ ഈ ഹോം നേഴ്സിനല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അയക്കുമായിരുന്നു. ഓക്കെ, ഹോം നേഴ്സ് അല്ല, വൃത്തിയാക്കാൻ വരുന്ന ആൾക്ക് ഇവർ പൈസ അയക്കുമായിരുന്നു. ഇവരും പൈസ അയക്കുന്നുണ്ട്, അവരും പൈസ ചിലവാക്കുന്നുണ്ട്. ഹോം നേഴ്സിന് പൈസ കൊടുക്കുന്നത് ഈ സിന്ധു കൃഷ്ണ അടങ്ങുന്ന കൃഷ്ണകുമാർ ഫാമിലി. ഇവരും ആർക്കോ പൈസ അയച്ചു കൊടുക്കുന്നത് പറയുന്നു. സോ അവരുടെ ഫുൾ എക്സ്പെൻസ് നിലവിലെ സാഹചര്യം വരെ നോക്കിക്കൊണ്ടിരുന്നത് ഈ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയാണ്. ഇനി സിന്ധു കൃഷ്ണ പറയുന്നൊരു കാര്യം കൂടെ ഞാൻ കേൾപ്പിക്കാം. 11th, നാളെ ജൂൺ 12th. അവിടെ പ്രശ്നങ്ങളേ ഇല്ല, വളരെ കംഫർട്ടബിൾ ആണ്. അല്ലെങ്കിൽ സെപ്റ്റംബറിൽ കാര്യമായിട്ട് സർജറി നടന്ന ആ കാലം തൊട്ട് ഫെബ്രുവരിയിലാണ് ഈ കുട്ടി വന്നത്. ആ കാലം വരെ നമ്പർ ഓഫ് ഹോം നേഴ്സസ് കെയിം ആൻഡ് ചിലർ നിന്നു, ചിലർ ഒട്ടും പറ്റുന്നില്ലായിരുന്നു, ചിലരൊക്കെ ഒരു മാസം നിന്നു, ചിലർ 2 ആഴ്ച നിന്നു, ചിലർ 5 ദിവസം നിന്നു. ആൻഡ് ഇറ്റ് വാസ് അങ്ങോട്ട് കൂപ്പ് അപ്പ് ചെയ്യുന്നില്ലായിരുന്നു. അവിടെ ഹോം നേഴ്സുകളൊന്നും നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവരും പറയുന്നത്. അപ്പോൾ ഹോം നേഴ്സ് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് നമ്മൾ ഉറപ്പിച്ചു. അതിന് പിന്നിലെ കാരണം ഈ അമ്മൂമ്മയുടെ സ്വഭാവ ഗുണം കൊണ്ടാണെന്നും നമ്മൾ അടിവരയിട്ട് ഉറപ്പിച്ചല്ലോ. തന്മിക്ക് പറയാനുള്ള ബാക്കിയേക്കാം. ഞാൻ സാധാ കെയർ ഹോമിലെ ആൾക്കാരെ, ഈ പ്രായമുള്ള ആൾക്കാരെ നോക്കിയാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ കയറിയാണ് എനിക്ക് പ്രോഗ്രാം മാനേജറിൻ്റെ വരെ പൊസിഷൻ അപ്ലൈ ചെയ്ത് അവർ തരാമെന്ന് പറഞ്ഞു. എനിക്ക് പ്രോഗ്രാം മാനേജറിൻ്റെ വരെ പൊസിഷൻ അപ്ലൈ ചെയ്ത് അവർ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് എനിക്ക് മെറ്റേണിറ്റി ലീവിന് ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ പൊസിഷൻ ഓപ്പൺ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയ്ക്ക് മോളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അമ്മൂമ്മ നല്ല ഹാപ്പി ആയിരുന്നു. അമ്മൂമ്മ ഹാപ്പിയായി.
പുള്ളിക്കാരിക്ക് പ്രോജക്റ്റ് മാനേജറിൻ്റെ ജോലി വരെ കിട്ടി. അപ്പോഴും എനിക്ക് വേണ്ട പ്രോജക്റ്റ് മാനേജർ ജോലിയൊന്നും. ഞാൻ മെറ്റേണിറ്റിക്ക് അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മൂമ്മയെ നോക്കണം, അമ്മൂമ്മയാണ് എൻ്റെ ജീവിതം. നിങ്ങൾ എന്തിനാണ് കാനഡ പോയേ? അമ്മൂമ്മയുടെ ഇത്ര സ്നേഹമുള്ള നിങ്ങൾ എന്തിനാണ് കാനഡ പോയേ? പൈസ ഉണ്ടാക്കാൻ. പൈസ ഉണ്ടാക്കിയിട്ട് ഇത്രയും നാൾ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ തന്നെ നിന്നു. അമ്മൂമ്മയെ എപ്പോഴും വിളിച്ച് വിഷമം പറയുന്നു. പെട്ടെന്ന് കരിയർ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ഇവർ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വിട്ടിട്ട് പെട്ടെന്നൊരു ദിവസം അമ്മൂമ്മയോടുള്ള സ്നേഹത്തിൽ കാനഡയിൽ നിന്നും കിട്ടിയ ജോലി, പ്രോജക്റ്റ് മാനേജറിൻ്റെ ജോലി എല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് പോന്നു. ഈ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? വിജയ് രാഷ്ട്രീയത്തിലോട്ട് വന്നപ്പോൾ എന്തോ ഇതിൻ്റെ ഉച്ചത്തെ ഉതറിട്ട് ഞാൻ സിനിമ ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ബേസിക്കലി എനിക്ക് മനസ്സിലായത്, തൻവി നാട്ടിലേക്ക് വരുന്നു, ജോലിയൊന്നുമില്ല, ചാനലിന് റീച്ചൊന്നുമില്ല, കോൺട്രവേഴ്സി ഉണ്ടാക്കണം. ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് നിൽക്കുന്നൊരു സാധനമാണ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി. അവരുടെ പെടലിക്കോട്ടൊരു സാമാനം എടുത്തടിച്ചു. ഈ അടിച്ചതിന് അമ്മൂമ്മ കൂട്ടുനിന്നു. അമ്മൂമ്മ കൂട്ടുനിന്നതിൻ്റെ കാരണം അറിയുമോ? നമ്മളൊരു 12 കഥ പറഞ്ഞില്ലായിരുന്നോ? കേൾക്കാം. 11th, നാളെ ജൂൺ 12th കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ വർഷം കിച്ചുവിൻ്റെ ബർത്ത്ഡേ കുറച്ച് ആദ്യമായിട്ടായിരുന്നു ഒരു ഗ്രാൻഡ് മീൻസ് ചെറിയ ക്രൗഡൊക്കെ ആയിരുന്നു. എന്നാലും ഹോട്ടലിലൊക്കെ വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഈ വർഷം അങ്ങനെയൊന്നുമില്ല. ഈ വർഷം മെയിൻലി അമ്മു സ്ഥലത്തില്ല. അമ്മു നാളെ രാത്രി എത്തും. നാളെ ഓസിയും ബേബിയും എല്ലാം ബാംഗ്ലൂരിലോട്ട് പോവാം, ട്രാവൽ ചെയ്യുക. സോ അവർ രണ്ടുപേരും ഇല്ല. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ. കിച്ചു മറ്റന്നാൾ രാവിലെ വീണ്ടും ട്രാവൽ ചെയ്യുവാണ്. അതുകൊണ്ട് കൃഷ്ണകുമാറിൻ്റെ ബർത്ത്ഡേ വളരെ സിമ്പിളായിട്ട് അവർ ചെയ്തു. അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കുട്ടി ഈ കേക്കൊക്കെ ഉണ്ടാക്കി അവർ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഈ സംഭവം നടക്കുന്നത് നമ്മൾ മുമ്പേ കാണിച്ച പോലെ തന്നെ ജൂൺ 12. അദ്ദേഹം മരിക്കുന്നത് മാർച്ച് 29. 29, 30 വെച്ചോ, മാർച്ച് നമ്മൾ വിട്ട്, ഏപ്രിൽ, മെയ്, ജൂൺ 2 മാസത്തിനിടയിൽ തന്നെ നിങ്ങൾ ആ കുടുംബത്തിലൊരു സെലിബ്രേഷൻ നടന്നപ്പോൾ, അതൊരു പിറന്നാൾ സെലിബ്രേഷനാണ്, മരിച്ചത് നിങ്ങളുടെ അച്ഛനാണ്. ഇതാണ് എനിക്ക് ഇവരുടെ സൈഡിൽ ഒരു തെറ്റായിട്ട് തോന്നിയത്. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതൊന്നും തെറ്റല്ല, പക്ഷെ അത് കൊട്ടിഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേനും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അച്ഛൻ മരിച്ചിട്ട് 2 വർഷത്തിനിടയ്ക്ക് അങ്ങ് സെലിബ്രേഷൻ ഉണ്ടാക്കാൻ നടന്നു എന്നൊരു സാധനം വരും. ആ സാധനമാണ് ഇപ്പോൾ വന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 12-ാം തീയതിയാണ് ഈ അമ്മൂമ്മ വിളിച്ചിട്ട് ഇല്ല തൻവിയോട് ഇല്ല കാര്യങ്ങൾ പറയുന്നത്. ഏതാ എന്നെ നോക്കാരുമില്ല മോളെ, ഇന്ന് 12-ാം തീയതി ഉടനെ പുള്ളിക്കാരി ഡാർക്ക് അടിച്ചു. ഡേറ്റ് ഒന്നും പറയല്ലേ എന്ന്. 12-ാം തീയതിക്ക് അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതാണ് പ്രശ്നം. ഈ ഫംഗ്ഷന് അവർ വലിയ രീതിയിൽ ഫംഗ്ഷൻ നടത്തിയില്ല, അമ്മൂമ്മേനെ കൊണ്ടുപോയില്ല. അമ്മൂമ്മേനെ കൊണ്ടുപോകാത്തതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് പൊളിഞ്ഞ് അമ്മൂമ്മ വിളിച്ചിട്ട് സീനാക്കി. ഇതാണ് സംഭവം എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഇനി ഈ അച്ഛൻ മരിച്ചതിൻ്റെ ഒരു പോസ്റ്റൊക്കെ സിന്ധു കൃഷ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അച്ഛനെ മെമ്മറൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. ഇനി സിന്ധു കൃഷ്ണയുടെ പല പോസ്റ്റുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റുകൾക്കകത്തെല്ലാം ഇവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഫാമിലി ആയിട്ടുള്ളതിനകത്ത് ഇവരെ കൊണ്ടുവന്ന് ഫുഡ് മേടിച്ച് കൊടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ അമ്മൂമ്മ അപ്പൂപ്പൻ ഉൾപ്പെടെയുള്ള, അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മയും അപ്പനും, ഇല്ല സിന്ധു കൃഷ്ണനല്ലേ നമ്മൾ അമ്മ എന്ന് വിളിക്കാൻ പാടുള്ളൂ, വഴിയെ കൂടെ പോകുന്ന ആളൊന്നുമില്ലല്ലോ. ഈ സിന്ധു കൃഷ്ണയുടെ അച്ഛനും അമ്മയും അവരെ വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ചില്ല് വൈബിടാ ആ ഒരു സെറ്റിലുള്ള സാധനം ഞാൻ നിങ്ങളെ കാണിക്കാം. വിവാദം ഉണ്ടാക്കിയിട്ട് ചിരിച്ച് കളിച്ചിരിക്കുക കൊച്ചു കള്ളിപ്പോടുന്ന്. സന്തോഷമായല്ലേ? ഭക്ഷണം കഴിക്കാണ്. എന്റെ വ്യൂവേഴ്സിന് ഹായ് പറ. ഹായ്. ഓഹ് വൈബ്. ഹായ് ഹായ്. അമ്മയുടെ വക ഒരു ഹായ്, ഡാഡിയുടെ വക ഒരു ഹായ്. അപ്പൊ ഡാഡി അമ്മയൊക്കെ വീട്ടിൽ പോകും. അപ്പോൾ അവർക്ക് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ഞാൻ ലുലുവിൽ കയറിയോണ്ടൊന്ന് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചക്ക മീൻകറി. ഓക്കെ, ഇവർ ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇവർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ കാണിക്കുന്നുണ്ട്. ഇവരുടെ വീഡിയോയിൽ ഇതെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. സോ ഈ അപ്പനും അമ്മയായിട്ട് അത്യാവശ്യം നല്ലൊരു ബന്ധം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അപ്പം മരിച്ച സമയത്ത് പല വ്ളോഗുകളിലും ഈ ബർത്ത്ഡേ വ്ളോഗിൽ തന്നെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ സിന്ധു കൃഷ്ണ അയവിറക്കുന്നുണ്ട്, പക്ഷേ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്നില്ല. സോ അമ്മയോട് വലിയ സ്നേഹമുള്ളതായിട്ട് എനിക്ക് ഒരിടത്തും ഫീൽ ചെയ്തില്ല, പക്ഷേ അപ്പനോട് വളരെ അടുത്ത സ്നേഹമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതിലേക്ക് വരാം. ഏതാ തൻവിയിലേക്ക് തിരിച്ചു വരാം. തൻവി നമ്മൾ ആദ്യം കണ്ടത് പാർട്ട് 1 ആണ്. പാർട്ട് 1-നകത്ത് അവർ കൊടുത്തൊരു നറേഷൻ, അമ്മൂമ്മേനെ നോക്കാൻ ആരുമില്ല, അമ്മൂമ്മേനെ മൊത്തം കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്, അമ്മൂമ്മയ്ക്ക് ഞാൻ പൈസയൊക്കെ കൊടുത്തു, അമ്മൂമ്മ എന്നെ ചെറുപ്പത്തിൽ ഒത്തിരി നോക്കിയതാണ്, അപ്പോൾ അമ്മൂമ്മ ആരും നോക്കാനില്ല, അമ്മൂമ്മ ഒറ്റയ്ക്ക് കിടന്നപ്പോഴത്തേനും അമ്മൂമ്മയെ ഞാനെടുത്ത് പണ്ട് എന്നെ ലോ എന്ന് പറഞ്ഞ് ഉറക്കിയതിന് പകരം ഞാൻ പോയി അവരെ നോക്കണം. ഇതായിരുന്നു ഫസ്റ്റ് വീഡിയോയിലെ നറേഷൻ. സോ സ്വാഭാവികമായിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി, വിവാദമായി. ഈ കുടുംബത്തിന്, കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിക്കെതിരെ ഭയങ്കര ഹെയ്റ്റും കാര്യങ്ങളും കമൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അവർ വിളിച്ചിട്ട് കളസം കീറുന്ന ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തെ പാർട്ട് 2-ൻ്റെ തുടക്കത്തിൽ തൻവി പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊന്ന് കേൾക്കാം. ചെയ്താലും അമ്മൂക്കൊപ്പം ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്
അവരെല്ലാ കാര്യങ്ങളും എനിക്ക് വന്ന് ചെയ്തു തന്നത് അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അതെന്ത് ഇന്നലത്തെ വീഡിയോയിൽ അറിയത്തില്ലായിരുന്നോ? എന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് ആഡ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അവരെന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ട് വന്നു എന്നല്ലേ പറഞ്ഞത്. അല്ല അങ്ങനൊന്നും അല്ല കേട്ടോ, വിളിക്കാൻ ആളൊക്കെ ഉണ്ട്, പിന്നെ ചുമ്മാ എന്നെ വിഷമിപ്പിച്ച് വരുത്താൻ വേണ്ടി മനസ്സിലായി. അത്ര ഉള്ളു സംഭവം. നല്ലത് കിട്ടിയല്ലേ, കണ്ണീര് തുടച്ചിട്ട് പറയുന്നതായിരുന്നല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, അമ്മൂമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മൂമ്മക്ക് ചില ചിട്ടകളുണ്ട്, ഇങ്ങനെ രീതിയിൽ ചെയ്യാവോ അങ്ങനെ രീതിയിൽ ചെയ്യാവോ. അപ്പോൾ നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, പുള്ളിക്കാരിയും അതേ സാധനം ഇപ്പോൾ എഗ്രി ചെയ്തു. അമ്മൂമ്മയുടെ സ്വഭാവം ഭയങ്കര കർക്കശക്കാരിയാണ്. ഞാൻ പിടിച്ച മുയലിന് 117.5 കൊമ്പ് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് അമ്മൂമ്മ എന്ന സാധനം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റൂടെ പുള്ളിക്കാരി അടിവര ഇട്ടു. നമ്മൾ 2-3 അടിവര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതോടെ നമ്മൾ അടിവര ഇട്ടു. അപ്പോൾ താങ്കൾ ഇന്നലെ പറഞ്ഞ വീഡിയോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് എന്തിനാ ഓഫ് ചെയ്ത് വെച്ചതെന്ന് പറയാമോ? ആദ്യം കമൻറ്റ് ബോക്സ് ഉണ്ടായിരുന്നല്ലോ, കിട്ടിയല്ലേ. അമ്മൂമ്മയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അമ്മൂമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. വീണ്ടും അടിവരയിട്ടെ. അപ്പോൾ ഈ ഹോം നേഴ്സുകൾ ആരുടെ പ്രശ്നം കൊണ്ട് പണങ്ങിപ്പോയേ? ഹോം നേഴ്സിൻ്റെ അമ്മയ്ക്ക് വയ്യ, അച്ഛന് വയ്യ, കൊച്ചച്ഛന് പനി വന്നു അല്ലല്ലോ. അപ്പോൾ ഈ അമ്മൂമ്മയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ കൊണ്ട് തന്നെയാണ് ഹോം നേഴ്സ് പണങ്ങിപ്പോയത് അല്ലേ? ഓക്കെ, ബാക്കി പറ. പിന്നെ എനിക്കും പണ്ട് ഞാൻ ഇവിടെ ക്യാൻഡേ പോണ മുമ്പേ ഞാൻ അമ്മൂമ്മയെ ഇടയ്ക്കൊക്കെ വഴക്കാവുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഞാൻ ചെരുപ്പ് വീട്ടിലകത്ത് മാറ്റിയിടണം, അങ്ങനെയൊക്കെ അമ്മൂമ്മ കുറച്ചിങ്ങനെ വൃത്തിയുടെ വേറെ രീതികളൊക്കെ ഉണ്ട്. അതായത് അമ്മൂമ്മയെ സഹിക്കാൻ വലിയ പാടാണ് എന്ന് തന്നെയല്ലേ താങ്കൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെയൊക്കെ അർത്ഥം നമുക്ക് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ പക്ഷെ ഞാൻ ക്യാൻഡേ പോയി കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്ത് ഈ ക്യാൻഡേ അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മൂമ്മ പാവം, അവിടുത്തെ അപ്പം ആൾക്കാർ അമ്മമാരുണ്ടല്ലോ, അമ്മമാർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അമ്മൂമ്മ പാവം എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് വീണ്ടും അഹാനയിലേക്ക് മടങ്ങിപ്പോവാം. കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം. ഗ്രാൻഡ് മദർ ഓഫ് മൈൻ ടോൾഡ് അൺഫൊർഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. അമ്മൂമ്മ പറഞ്ഞു കേട്ടോ, അൺഫൊർഗീവബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അമ്മൂമ്മ പറഞ്ഞു. ഇവരെക്കുറിച്ച്, ഈ കുടുംബത്തെക്കുറിച്ച്. എന്തുകൊണ്ടാണ് അമ്മൂമ്മയായിട്ടുള്ള കോണ്ടാക്ട് നിങ്ങൾ കട്ട് ചെയ്ത് തൂക്കി ദൂരെ കളഞ്ഞത്? അതിനുള്ള ഉത്തരവ് പറയുന്നത്. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട് പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചത്. നമ്മൾ വീണ്ടും കേട്ടു. ഡിഡ് ഷി റിയലി സേ ദാറ്റ് ഓർ ആർ വി ഇമാജിനിങ് ഇറ്റ്? ലൈക്ക് ഹൗ ക്യാൻ എ ഹ്യൂമൻ ബീങ് ടോക്ക് ലൈക്ക് ദിസ്? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം ബോഡി വി സപ്പോസ് ടു ഡു. അവരുടെ എന്താണ് വൈഫൈ ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്, അമ്മയാണ് ഇവിടെ നിന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. തന്വി പറഞ്ഞ പുള്ളിക്കാരി അവിടെ കഷ്ടപ്പെട്ട് മറ്റേ വയറ് മുണ്ട് മുറുക്കി കൊടുത്ത് പോക്കറ്റ് എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ് വരെ പൈസ എടുത്ത് അമ്മൂമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. ഹോം നേഴ്സിനല്ല വൃത്തിയാക്കാൻ വരുന്ന ആൾക്ക് വരെ കൊടുക്കുമെന്നാണല്ലോ തന്വി പറഞ്ഞത്. പക്ഷേ വൈഫൈയുടെ കാര്യം തന്വി പറഞ്ഞില്ല കേട്ടോ. വൈഫൈയുടെ ശരിയായിരിക്കും. വി ഓൾ കട്ട് റിലേഷൻ വിത്ത് ഹർ. കാരണം വി വർ ലൈക്ക് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രൂഫ് ഒന്നും പുറത്ത് വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ പ്രൂഫ് പുറത്ത് വിടുന്നില്ല എന്ന് പറഞ്ഞ സാധനത്തിനോട് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇവർ പറയുന്നതിന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുമ്പ് നടന്ന പല വിഷയങ്ങളിലും ഇവരുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞതിനുള്ള തെളിവുകൾ ഇവർ നിരത്തിയിട്ടുണ്ട്. ആയതിനാൽ ഈ സാധനം ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് മറ്റൊരു കാരണം കൊണ്ടുണ്ട് ഞാൻ വിശ്വസിക്കാൻ. കേൾക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്ക് ഇനി അമ്മയുമായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ്, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി പെട്ട് അമ്മൂമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർന്ന് കഥം. നന്മമാരെ ഇമേജ് ഉണ്ടല്ലോ ഇതോടെ കഴിഞ്ഞ്. തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്. എന്താണ്, എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. സത്യം കേട്ടോ. ആ സാധനം റെക്കോർഡ് ചെയ്തവർ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ കാണിച്ചൊരു മൈൻഡ് ഉണ്ടല്ലോ. സ്വന്തം കുടുംബത്തിനെ നാണം കെടുത്തി നാറാണക്കല്ലാക്കി റീച്ച് ഉണ്ടാക്കാൻ അവർ കാണിച്ചൊരു മൈൻഡ്. നിങ്ങൾ ആ ക്യാമറയിൽ ആ സാധനം റെക്കോർഡ് ചെയ്താൽ ജസ്റ്റ് അത് പറഞ്ഞു പോയിരുന്നെങ്കിൽ, അമ്മൂമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിരുന്നെങ്കിൽ വീണ്ടും അതിനകത്ത് നിങ്ങൾ പറയുന്നതിനകത്ത് ഞാൻ വിശ്വസിച്ചേനെ. ഇവരതിന് പകരം അത് റെക്കോർഡ് ചെയ്ത് അത് ചാനലിൽ യൂസ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് എങ്ങനെയും ഈ കുടുംബത്തിനെതിരെ ഒരു ഹെയ്റ്റ്, ഇവരുടെ പേര് ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല, വളരെ കറക്റ്റ് കുത്തി ഇവരുടെ പെടലിക്കോട്ട് അടിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയൊരു സാധനം ഉണ്ടല്ലോ. അത് കൊള്ളാം, അത് നൈസായിരുന്നു കേട്ടോ. നൈസ് മൂവ്, ഐ ലൈക്ക് ഇറ്റ്. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹസ്. തനിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയായിട്ടുണ്ടെങ്കിൽ വൈ കുഡൻ ഷീ ടെൽ അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നത്? അവർക്ക് റീച്ച് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തന്വി നാട്ടിലേക്ക് വരുന്നു, അവിടുന്ന് പണിയും കൂലിയൊക്കെ വിട്ട് ഇനി ഏതെങ്കിലും വല്ലവൻ്റെയും കീഴിൽ കിടന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, മുയലാളി ആവണം. സോ കയ്യിൽ 4 ചില്ലറ വേണം. ചില്ലറ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഏറ്റവും നല്ല പണി കൃഷ്ണകുമാർ എൻ്റെ കുടുംബത്തിന് 4 അപരാധം പറഞ്ഞു. അവരതിന് തിരിച്ചും വന്നു. സാധനം വിവാദമായി. ഇത്രയും നാൾ ആ ചാനൽ റീച്ച് എന്ന് പറയുന്നത് അതീവ പരാജയവും പരിതാപകരവുമായിരുന്നു. സ്വിച്ച് ഇട്ടതുപോലെ റീച്ച് തണ്ട കുത്തനെ ഉയർന്നിരിക്കുന്നു. അതുമാത്രമല്ല, നാട്ടുകാരുടെ ചീത്തവിളിയെ തുടർന്ന് കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചു. തൊട്ടടുത്ത പാർട്ട് 2-നകത്ത് തന്വി വന്നിട്ട് എൻ്റെ അമ്മ നല്ലമ്മയല്ലടാ പൊന്നമ്മയാടാ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ചിലപ്പോൾ അമ്മൂമ്മയുടെ പ്രശ്നത്തിന് എന്തൊക്കെയോ പ്രശ്നം കാണും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയത്? നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെയാണ് കാരണം. എനിക്കിതിനകത്ത് അമ്മൂമ്മയുടെ സൈഡിൽ എന്തോ ഒരു ചെറിയ അപാകത ഉണ്ടോ എന്നൊരു സംശയം. അതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം.